ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പുന്നീടയനന്തം വന്ദനമേ എന്റെ പുന്നീടയനന്തം വന്ദനമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു എന്നുള്ള പദമാണ്. ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ തൻ്റെ കാതിനകത്തേക്ക് വന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെയൊക്കെ മുൻപിൽ തന്നോട് തന്നെ പറയുകയാണ്, എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം, എന്തിനാണ് ഇങ്ങനെയൊരു ജീവകാലം എന്ന് ചിന്തിക്കപ്പെടുകയും തനിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നതായ സാഹചര്യങ്ങളിലൂടെ താൻ കടന്നു പോകുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്: നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിന്? ഒരു കണ്ണും എന്നെ കാണാതെ എൻ്റെ പ്രാണൻ പോകുമായിരുന്നു. ഞാൻ ജീവിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ നേരിടുന്നതായ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ താൻ കടന്നു പോകുമ്പോൾ തൻ്റെ ജന്മദിവസത്തെയും തൻ്റെ ജനനത്തെയുമൊക്കെ താൻ തന്നെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു പോകുന്നതായ രംഗങ്ങൾ ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ വളരെ ദയനീയമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായ ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു ജീവിതം വേണ്ടായിരുന്നു, ഇതൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തനിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നിയെങ്കിലും വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരുണയുടെ കരം തനിക്ക് വേണ്ടി വെളിപ്പെടുകയും തന്നെ നിന്ദിച്ചവരുടെയും അപമാനിച്ചവരുടെയും മുൻപിൽ ദൈവം തന്നെ മാനിച്ചുയർത്തുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ വേദനയുടെ നടുവിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ വെറുപ്പായി തോന്നുമ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം നമ്മുടെ സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ കഴിവുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നു എങ്കിൽ ഇന്ന് സങ്കടത്തോടും വേദനയോടും നിരാശയോടും കൂടി നമുക്ക് നമ്മോട് തന്നെ വെറുപ്പ് തോന്നുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ആഴമായ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന കഴിക്കുവാൻ മനസ്സ് വയ്ക്കുന്നു എങ്കിൽ ഇയ്യോബിൻ്റെ സ്ഥിതി മാറ്റിയ ദൈവം നമ്മുടെയും സ്ഥിതി മാറ്റുവാനും നമ്മെ ശ്രേഷ്ഠരും മാന്യരുമാക്കി തീർക്കുവാനും ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കൂ. നിശ്ചയമായിട്ടും ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ശ്രേഷ്ഠതയിലേക്ക് നമ്മെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കൂ. അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യൂ. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവകൃപാലുവായ ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്നൊരു ജീവിതമാണ് ഈ ലോകത്തുള്ളത്.
ദുഃഖങ്ങളും വേദനകളും കഷ്ടങ്ങളും വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നെന്ന് വരാം. പക്ഷേ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവമുണ്ടെന്നുള്ള വചനത്തിൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.